കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ബി.എ. ആളൂർ അന്തരിച്ച വിവരം നമ്മളൊക്കെ അറിഞ്ഞതാണ്. എന്നാൽ അതിൻ്റെ ആഘോഷ പരിപാടികൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ അവസാനിച്ചിട്ടില്ല. ഞാൻ ഏതായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം. അതിനുശേഷം ഞാൻ വിഷയത്തിലോട്ട് വരാം. മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. കുറച്ച് മാസം മുന്നേ ഒരാളെ ഇന്റർവ്യൂ കണ്ടിട്ട് അയാളൊന്ന് ചത്തുപോയാൽ മതി എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഇത്രയും പെട്ടെന്ന് ആഗ്രഹം സാധിച്ചേരുന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ തോന്നുന്നു. പിന്നെ സൗമ്യ വധക്കേസില് അമ്മയ്ക്കും അച്ഛനും നീതി കിട്ടി. ഈ ഗോവിന്ദസ്വാമി ചത്താലും ജീവിച്ചാലും നോ പ്രോബ്ലം. ഇയാള് ചത്തല്ല, അത് മതി. ഒരാൾ മരിച്ചപ്പോൾ അതിൻ്റെ ഒരു ആഘോഷ പരിപാടിയായിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്ന. ഒരു നല്ലൊരു ഭക്ഷണം കഴിച്ച് ആൾ മരിച്ചതിൻ്റെ ഒരു ആഘോഷ പരിപാടി പോലെ. ഇത്രത്തോളം ആളുകൾക്ക് ഒരു വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിലോട്ട് ഒരാൾ പോകുന്നത് എങ്ങനെയാണ്? നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ ഒരുപാട് ആളുകൾ പരസ്പരം പോരടിച്ച് ശത്രുക്കളായി പല വിധത്തിൽ ജീവിച്ചു പോകുന്നുണ്ട്. എന്നാലും അവസാനം മരണത്തിൻ്റെ സമയമായാൽ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ സ്വന്തം അവരുടെ വീട്ടിൽ പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അനുശോചനം അറിയിക്കുകയും അത്തരത്തിൽ പോകുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഈ കേരളത്തിൽ കണ്ടുവരുന്നത്. എന്തുകൊണ്ട് ഈ ആളൂരിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരുപാട് പാഠങ്ങൾ തരുന്നുണ്ട്. ഏതാ ഞാൻ മറ്റൊരു വീഡിയോ കൂടി പ്ലേ ചെയ്യാം. അതിനുശേഷം വിഷയത്തിലേക്ക് വരാം. കണ്ടില്ലേ, ഇത്തരത്തിലുള്ള നൂറുകണക്കിന് വീഡിയോസുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ, അത് വായിക്കാൻ പോലും പറ്റാത്ത കമൻറ്റുകളാണ്. ഞാൻ അതിൻ്റെയൊക്കെ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ പറയുന്ന സമയത്ത് സൈഡിൽ ഞാൻ പ്ലേ ചെയ്യാം. നിങ്ങൾ ഓരോന്ന് വായിക്കൂ, ഞാൻ ചുമ്മാ പറയുന്നതല്ല. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ദേഷ്യങ്ങൾ, ആളുകൾക്ക് വൈരാഗ്യം മരിച്ചു കഴിഞ്ഞിട്ടും പോകുന്നില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ചരിത്രങ്ങൾ അങ്ങനെയാണ്. ഈ ഫസ്റ്റ് ഞാൻ വീഡിയോ പ്ലേ ചെയ്ത സമയത്ത് സൗമ്യ വധക്കേസിൻ്റെ പറഞ്ഞിട്ടില്ലേ, കേരളം ഒന്നാകെ കണ്ണീരിലായെത്തിയ ഒരു കേസാണത്. അത്രത്തോളം ഉണ്ടായിട്ടും ആ പ്രതിക്ക് വേണ്ടി ഹാജരാകുന്ന സമയത്ത് ഇദ്ദേഹം ഒരുപാട് ഇൻ്റർവ്യൂകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പ്രതിക്ക് വേണ്ടി ഹാജരായി എന്ന് മാത്രമല്ല, ആ ഒരു സമയത്ത് ഒരുപാട് TV ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് ഇദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇദ്ദേഹം പറയുന്ന ആശയങ്ങൾ അത് വളരെ തെറ്റായിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ കുടുംബക്കാർക്കും നമ്മുടെ കേരളത്തിൽ ഒന്നാകെ അത് വല്ലാതെ വിമർശനത്തിന് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ ഒരു കാലത്ത് പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ അതല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ മുഖം കാണിക്കാൻ അല്ലെ പ്രശസ്തി നേടാൻ പല ആളുകളും പലതും ചെയ്യലുണ്ട്. അഡ്വക്കറ്റുമാരാണെങ്കിലും അല്ലെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും ഒക്കെ. പക്ഷെങ്കിൽ ഇതിലൊക്കെ ഒരു ന്യായമുണ്ടാവണം. ഈ ന്യായമില്ലാതെ കളിക്കുന്നതിൻ്റെ ഭവിഷ്യത്താണ് മരിച്ചിട്ട് മണ്ണോടടയാൻ പോകുമ്പോഴും ആളുകൾ കൂകി വിളിച്ചും തമാശ രൂപത്തിലും ട്രോള് ചെയ്തും എത്രത്തോളം ഒരു മനുഷ്യനെ അധപ്പതിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം സോഷ്യൽ മീഡിയ ആക്കി കഴിഞ്ഞു. നമ്മൾ പല മേഖലകളിലും ജോലി ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് പലതും നമ്മൾ പറയേണ്ടി വരും, പലതും നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ അതിലൊക്കെ ഒരു ന്യായം വേണം. ഇദ്ദേഹം ആ ഒരു സമയത്ത് പറഞ്ഞത് എൻ്റെ ജോലിയാണ്, ഞാൻ അതാണ് ചെയ്യുന്നത് എന്നാണ്. എങ്കിൽ നമ്മൾ എത്ര വലിയ ജോലി ചെയ്താലും, നമ്മൾ എങ്ങനെയൊക്കെ മുമ്പോട്ട് പോയാലും അവസാനം മരണം എന്നുള്ളൊരു സാധനം നമ്മുടെ മുമ്പിലുണ്ട്. അത് നമുക്ക് മറന്നു പോകാൻ പറ്റില്ല. നമ്മളൊക്കെ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? നമ്മളൊക്കെ നേടിയതൊക്കെ നമ്മൾ കൊണ്ടുപോയോ? ആളൂർ ഇപ്പം നേടിയതൊക്കെ വീടുകളാണെങ്കിലും കാറുകളാണെങ്കിലും ഓഫീസുകളാണെങ്കിലും അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റിയോ? ഇല്ല. നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളെപ്പറ്റി ആരെങ്കിലും നല്ലത് പറയാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പക്വത പാലിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭാഷകളിൽ നമ്മളെ ആളുകൾ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾ വിചാരിച്ചു നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാൾക്കും ഒരു ഉപകാരവും ചെയ്യണമെന്നില്ല. എൻ്റെ ജീവിതം നോക്കി എനിക്ക് പോകാം. പക്ഷേ മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അത് മരിച്ചു കഴിഞ്ഞാലും നമ്മളെ പിന്തുടരും എന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം. ആരും തന്നെ ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഈ വായിക്കുന്ന കമൻറ്റുകളുടെ യാഥാർത്ഥ്യം. ഞാൻ ഒറ്റ സ്റ്റോറി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒരാൾ ഒരു ചന്തയിൽ പോയിട്ട് ഒരു ലെതറിൻ്റെ ചെരുപ്പ് വാങ്ങിയിട്ട് യാത്രയാകുകയാണ് വീട്ടിലോട്ട്. ആ സമയം വഴിമധ്യേ ഒരു കാടാണ്. ആ കാടിൻ്റെ നടുക്കൊരു വീടുണ്ട്. ആ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ നന്നായി മഴ പെയ്തു. അദ്ദേഹം ആ വീട്ടിലോട്ട് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ലെതറിൻ്റെ പുതിയ ചെരുപ്പാണ്, ഇതൊന്ന് ഇവിടെ വെക്കാൻ നിങ്ങളൊരു അനുവാദം തരണമെന്ന്. ആ വീട്ടുകാർ സന്തോഷത്തോടെ ഇവിടെ വെച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയി വെച്ചു. അത് 2 ദിവസം കഴിഞ്ഞ് അതേ വഴിക്ക്
ഒരു ഡെഡ് ബോഡിയുമായിട്ട് പോകുമ്പോൾ വീടിന് മുമ്പിൽ എത്തിയപ്പോൾ മഴ പെയ്തു. ആ കൂടിയിരുന്ന ആളുകൾ ആ വീട്ടിൽ പോയി പറഞ്ഞു, ഒരു ഡെഡ് ബോഡി ഉണ്ട്, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഇതൊന്ന് ഇവിടെ കീപ്പ് ചെയ്യട്ടെ, നാളെ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു. ആ വീട്ടുകാരെ ഡൈനിങ് ഹാളിൽ എന്നല്ല, ആ കോമ്പൗണ്ടിൽ പോലും വെക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനർത്ഥം നമ്മളൊക്കെ വലിയ ആത്മാഭിമാനത്തോടെ, അന്തസ്സോടെ, അഹങ്കാരത്തോടൊക്കെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്റ്റോറി നമ്മുടെ മനസ്സിൽ വേണം. ഒരു ചെരുപ്പിൻ്റെ വില പോലും ഇല്ലാത്ത ആളുകളാണ് നമ്മൾ മനുഷ്യർ. നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം മുമ്പോട്ട് പോകുന്നുണ്ടോ അതിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത രൂപത്തിൽ, മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സഹായം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. കാരണം മരണം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ പുറകെയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മരണം നല്ല രൂപത്തിലാവട്ടെ. ഇതുപോലെ ആളുകൾ അപമാനിച്ച് കളിയാക്കി തെറി പറഞ്ഞിട്ടുള്ള ഒരു മരണത്തിലേക്ക് നാം വിശ്വസിക്കുന്ന ദൈവം അള്ളാഹ് പടച്ചോൻ നമ്മളെ ചെന്നെത്തിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അടുത്തൊരു വിഷയവുമായി കാണാം. വിടവാങ്ങുന്നു. CPMല്ലോ. ഗുഡ് ബൈ.